ഏകദേശം രാവിലെ 9 മണിയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ മലേഷ്യക്കാരൊക്കെ ഉണർന്ന് തുടങ്ങുന്നുള്ളൂ. ബാങ്കിലൊക്കെ എംപ്ലോയീസ് വന്നു, പണിയെടുക്കാൻ തുടങ്ങി ഞാനിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറച്ചധികം സ്ഥലങ്ങൾ കാണണം എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഇറങ്ങി. ഇന്നലെ ഇച്ചിരി വൈകിപ്പോയായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ 3rd ഡേ ആണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നത് ചൈന മാർക്കറ്റിലാണ്. എല്ലാ രാജ്യത്തും കാണും ഒരു ചൈന മാർക്കറ്റ്. അപ്പോൾ മലേഷ്യയിലെ ചൈന മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെയും ആൾക്കാരിങ്ങനെ നല്ല വൃത്തിയോടൊക്കെ ആക്കിയിടും. പക്ഷേ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അത് ടേക്ക് കെയർ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ മൊത്തം ക്ലീൻ ആക്കിയിടും. അതാണ് ഈ സിറ്റിയൊക്കെ ക്ലീനായി കിടക്കാൻ കാരണം. അല്ലാതെ ഇവിടെ വൃത്തികേടാവുന്നില്ല എന്നുള്ളതല്ല. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഈ പരിസരത്തോടെ പോയി കഴിഞ്ഞപ്പോൾ ഫുള്ള് വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ ക്ലീനായി തുടങ്ങിയിട്ടുണ്ട്. കുറേ പേര് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്മളുടെ ചൈന മാർക്കറ്റിൻ്റെ പേര് ജലാൻ പത്തലിംഗ് എന്നാണ്. അപ്പോൾ പിന്നിലെ ബോർഡ് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സൈഡിലോട്ടാണ് നടക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം ഈ ചൈന മാർക്കറ്റാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള സ്കൂട്ടേഴ്സാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്കൂട്ടറാണ് ഇത്. നമുക്ക് റെൻ്റലിനും കിട്ടും. ഇപ്പോൾ ഇൻ്റർനാഷണൽ ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ വരുമ്പോൾ നമ്മളുടെ കേരളത്തിലെ ലൈസൻസുകൾ പ്രിൻ്റ് ചെയ്യാത്തൊരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കറിയാം 7-8 മാസമായിട്ട് ലൈസൻസ് എടുത്തവർക്ക് തന്നെ ലൈസൻസ് ടെസ്റ്റ് പാസ്സായവർക്ക് തന്നെ ലൈസൻസ് കൊടുക്കുന്നില്ല, RC ബുക്ക് അടിക്കുന്നില്ല. അപ്പോൾ ഗവൺമെൻറ് പൈസ കൊടുക്കാതെയാണ് ഈ പ്രിൻറ്റിങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ പൈസയൊക്കെ കൃത്യം കൊടുത്തിട്ടും നമ്മുടെ അവകാശങ്ങൾ കിട്ടുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ട് ഇവരെന്താ പ്രിൻറ്റിങ്ങിന് പൈസ കൊടുക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് ഒരു 4 മാസമായിട്ട് എനിക്ക് RC ബുക്ക് കിട്ടിയിട്ടില്ല. അതേസമയം എൻ്റെ വൈഫ് ലൈസൻസ് എടുത്തിട്ട് 5 മാസത്തോളമായി, ഇതുവരെ ലൈസൻസ് പ്രിൻ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ ന്യൂസൊക്കെ കാണുമ്പോൾ നമ്മളറിയുന്നത് ഇപ്പോൾ 7-8 മാസമായിട്ട് ഇതുവരെ പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇൻ്റർനാഷണൽ ലൈസൻസിന് പോയപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കുറച്ച് നാളും കൂടെ കഴിയും പ്രിൻറ്റിങ് തുടങ്ങാൻ. അതുകൊണ്ട് ലൈസൻസിനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തോ, അടിച്ചു കിട്ടില്ല. ജലാൻ പത്തലിംഗ് ചൈന സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കടകളൊന്നും തുറന്നു തുടങ്ങിയിട്ടില്ല, തുറന്നു വരുന്നേ ഉള്ളൂ. കുറച്ച് അധികം നേരത്തെയായിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. ഇത് തുറന്നു വരുന്നേ ഉള്ളൂ. പക്ഷേ ധാരാളം ടൂറിസ്റ്റ് ഇവിടെ കിടന്ന് നടക്കുന്നുണ്ട്. 8 AM to 8 PM ആണ് ഈ ജലാൻ പത്തലിംഗ് സ്ട്രീറ്റ് ഓപ്പൺ. നമുക്ക് പല കടകൾ കാണാം. കുറേയൊക്കെയും അടച്ചിട്ടിരിക്കുകയാണ്. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. തുറന്നു തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ. മ്യൂസിക്കാണ്, ചൈനീസ് മ്യൂസിക്കാണ്. അപ്പോൾ ഞാനിവിടെ ബാഗ് മുന്നിലും തൂക്കി നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമ്മൾ തന്നെ സൂക്ഷിക്കണം. അല്ല, നമ്മളെ സൂക്ഷിക്കണം എന്നല്ല, നമ്മളുടെ സാധനങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ പ്രിഫറബിളി ഇങ്ങനത്തെ മാർക്കറ്റുകൾ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലൊക്കെ മുന്നിലിട്ട് നടക്കുന്നതാണ് നല്ലത്. അപ്പോൾ വാല്യുബിൾ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തട്ടിപ്പറയും ഓടി പോലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ നമ്മളുടെ സാധനങ്ങൾ തിരിച്ചു കിട്ടുന്ന ഒരു സമയം വരുമ്പോഴേക്കും നമ്മൾ നാട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്.
ഇവിടെ നമുക്ക് കാണാം ഈ മാർക്കറ്റിൻ്റെ നടുക്കിലൂടെ നമ്മളുടെ നടക്കുന്ന സ്ഥലത്തേക്കൂടെ ഒരു കവറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷീറ്റിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഷീറ്റിട്ട് കവർ ചെയ്തുകൊണ്ട് തന്നെ ടൂറിസ്റ്റിന് വെയിൽ കൊള്ളാതെ ഇതിൽ എത്ര വേണമെങ്കിലും നടക്കാം. അപ്പോൾ ഇതൊക്കെ ഇവർ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലെ ഒരു സംഭവമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നല്ല ക്ലീൻ സ്ട്രീറ്റ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറേ കൂടെ ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ എറണാകുളത്തൊക്കെ ഉണ്ട് ഇതേപോലത്തെ കുറേ സാധനങ്ങൾ കിട്ടുന്ന ഹോൾസെയിൽ കടകളും കാര്യങ്ങളൊക്കെ. ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലൊരു ടൂറിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും. പിന്നെ ഇതാണ് വൈഫിന് കുറേ നാളായി ഇവിടെ തന്നെ വരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഷോപ്പിംഗ് ഇതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. എനിക്കിവിടെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അത് ആൾ ഹാപ്പിയാണ്. അപ്പോൾ വരുന്നു, ഓരോ കടകളിൽ കിടന്നിറക്കുന്നു, നമ്മൾ വീഡിയോ ഒക്കെ പിടിച്ച് നടക്കും. ഇവിടുത്തെ ചൂടിൽ നിന്നൊക്കെ ഒരു ശമനം കിട്ടാനാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ ചെറിയ ഫാനുകൾ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ പല ഫോറിനേഴ്സും ഇവിടത്തുകാരും പിടിച്ചടക്കുന്ന കണ്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചു. ഫാനൊന്ന് കാണിച്ചു. ഇതാണ് സംഭവം. ഇത് ചാർജിങ് ഉണ്ട്. പിന്നെ അത്യാവശ്യം കാറ്റുമുണ്ട്. അത്യാവശ്യം നല്ലൊരു കാറ്റ്, ഫേസിലേക്കൊക്കെ അടിക്കാനുള്ളൊരു കാറ്റുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു സുഖം കിട്ടും. ഇപ്പോൾ ഏകദേശം 10:30 ഇവിടുത്തെ. ഇപ്പോൾ ധാരാളം ടൂറിസ്റ്റ് വന്നു തുടങ്ങി. നല്ല ആക്റ്റീവായി, മാർക്കറ്റ് മൊത്തം ആക്റ്റീവായി. അപ്പോൾ ഞങ്ങൾ ഇനി നെക്സ്റ്റ് സെൻട്രൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഈ സ്ട്രീറ്റ്സിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ജനത്തിരക്കായി, എല്ലാ കടകളും തുറന്നു തുടങ്ങി. ഇപ്പോൾ നമ്മൾ കണ്ട ചൈന മാർക്കറ്റ് ഒരു ഓപ്പൺ മാർക്കറ്റാണെങ്കിൽ ഇവിടുത്തെ ഒരു ഇൻഡോർ മാർക്കറ്റാണ് സെൻട്രൽ മാർക്കറ്റ്. ഇപ്പോൾ ഞങ്ങൾ സെൻട്രൽ മാർക്കറ്റിലോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു കുറേ കൂടെ ഫുഡ് കാര്യങ്ങളൊക്കെയാണ് അവിടുത്തെ മെയിൻ എന്ന് തോന്നുന്നു. ഒപ്പം ഡ്രസ്സുകളും ഉണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര ചീപ്പൊന്നുമല്ല, അത്യാവശ്യം പ്രൈസൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഒക്കെ പ്രൈസ് തന്നെയാണ് ഇവിടെ കാര്യങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ടീഷർട്ടും കാര്യങ്ങളൊക്കെ മേടിക്കണം എന്നുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടെ കഴിഞ്ഞ് മേടിക്കാമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇതാണ് സെൻട്രൽ മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സെൻട്രൽ മാർക്കറ്റ് എന്നുള്ള ഇതിൽ. അപ്പോൾ ഇത് ഇൻഡോർ ഒരു മാർക്കറ്റാണ്. ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് കാര്യങ്ങളൊക്കെ. ഇവിടെ ചെറുതായിട്ട് പുറത്തും ഒരു ഏരിയ ഉണ്ട്, ഫുഡ് കാര്യങ്ങൾക്കൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടെയും ഒരു ഏരിയ ഉണ്ട്. ഇതും ഏകദേശം തുറന്ന് വരുന്നേ ഉള്ളൂ. ഇവിടെ ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക്. അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ്. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്.
ഈ സെൻട്രൽ മാർക്കറ്റ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളുടെ അവിടെ എക്സ്പോ ഒക്കെ നടത്തില്ലേ, അതേ ഒരു പ്രതീതിയാണ്. പക്ഷേ എക്സ്പോ വന്ന് സ്റ്റോളിട്ട് പോവുകയാണെങ്കിൽ ഇത് ഇവരുടെ ഷോപ്സാണ്. ഇപ്പോൾ ഇത് ഫുള്ളി എയർ കണ്ടീഷൻഡ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടെ കുറച്ചുകൂടെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പറ്റിക്കില്ല എന്ന് വിചാരിക്കും. ഞങ്ങൾ സ്ഥിരം എല്ലാ ട്രിപ്പ് പോയി വരുമ്പോഴും ഒരു മാഗ്നറ്റ് മേടിക്കും. അപ്പോൾ ഞങ്ങളുടെ ഒരു കബോർഡുമേ ഫുൾ മാഗ്നറ്റ്സ് സ്റ്റിക്ക് ചെയ്തേക്കാണ് ഞങ്ങൾ പോയി വന്നതിൻ്റെ ഓർമ്മയായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഇവിടെ മെയിൻലി ആൾക്കാർ കുടിക്കുന്ന ഒരു ഐറ്റമാണ് മയിൽ, നെസ്ലെ മയിൽ. നമ്മുടെ അവിടെ സാധനം ഉണ്ടെങ്കിലും അത്ര ഫേമസ് അല്ല. ബൂസ്റ്റും ഹോർലിക്സൊക്കെയാണ് നമ്മുടെ അവിടെ ഫേമസ്. പക്ഷേ ഇവിടെ ഞാൻ തായ്ലൻഡിൽ പോയപ്പോഴാണെങ്കിലും ഇവിടെയാണെങ്കിലും എല്ലായിടത്തും കാണുന്നത് മയിലുമാണ് കൂടുതൽ ആൾക്കാർ കുടിക്കുന്നത്. അവിടെ ഇപ്പോൾ കുറച്ച് വുഡ് ആൻഡ് ക്രാഫ്റ്റ്സ് കാര്യങ്ങളൊക്കെ കാണാം. വൈഫിന് ഇഷ്ടപ്പെട്ടു നല്ല മാലകളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ സ്ഥലം കണ്ടു കഴിയുകയാണെങ്കിൽ തന്നെ ഒരു 1-2 മണിക്കൂർ വേണ്ടി വരും എന്ന് തോന്നുന്നു. ഞങ്ങൾ പതുക്കെ ഓരോ കടകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കണ്ടാൽ ഭയങ്കര ഇഷ്ടമാവും. പക്ഷേ ഇതെങ്ങനെ വാങ്ങിച്ചു കൊണ്ടുപോകും എന്നുള്ളതാണ് ചോദ്യം. ഇതെങ്ങനെ വാങ്ങിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ലഗേജും കാര്യങ്ങളും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ 7 kg എന്താണ് ലിമിറ്റ് ഒരാൾക്ക്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല നല്ല കുറേ വെറൈറ്റീസ് ഓഫ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കുറച്ചുകൂടെ നല്ലൊരു റെസ്റ്റോറൻ്റ് ആണെന്നുണ്ട്. ഈ ഇടയ്ക്ക് ഒരു AC-കളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കൂളിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതാണ് സെൻട്രൽ മാർക്കറ്റ്. ഞാൻ വിചാരിച്ചത് ഫുൾ ഫുഡും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നതാണ്. പക്ഷേ ഫുഡല്ല, മെയിൻലി കുറേ സ്മോൾ ഷോപ്സാണ്. ഇപ്പോൾ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇങ്ങനെ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യണ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ 2 ഫ്ലോറിലായിട്ടാണിത് നിൽക്കുന്നത്. അത്യാവശ്യം റിലാക്സിങ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഇവിടെ ചെയറും ഇതൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ നടന്ന് വയ്യാണ്ടായി. എവിടെയെങ്കിലും ഒന്ന് പോയിരിക്കണം എന്ന് വെച്ച് സീറ്റ് തപ്പി നടക്കുകയാണ്. അത്യാവശ്യം എല്ലായിടത്തും വിലകളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫിക്സ്ഡ് റേറ്റാണ്, ബാർഗെയിനിങ് കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് നാഷണൽ മോണുമെൻറ്റ്. ഇതിൻ്റെ പേര് എനിക്ക് പറയാൻ കിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ടുഗു നെഗേറ, മലേഷ്യ. ഇതാണ് ഇവിടുത്തെ ഒരു നമ്മളുടെ എന്താ പറയുക റെഡ് ഫോർട്ട് അതേപോലെയൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നൊരു സംഭവമാണ്. അത് നല്ല വെയിലാണ്. എനിക്ക് തോന്നുന്നു രാത്രിയിലൊക്കെ ഇവിടെ കുറച്ച് ഫൗണ്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല. ഇതൊരു നാഷണൽ ഒരു ബിൽഡിങ് ഇത്രയേ ഉള്ളൂ. നമുക്ക്
ഉള്ളൊക്കെ ഒന്ന് പോയി കണ്ട് വരാം. ഈ മലേഷ്യൻ യുവതി ഇച്ചിരി ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. എന്താ കാരണം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആളുടെ മുഖം കടന്നല്ലൂത്തിയ പോലെ ഇരിക്കുന്നുണ്ട്. ചൈന മാർക്കറ്റിൽ വെച്ചൊന്നും മേടിച്ചു കൊടുക്കാതിരുന്നൊന്നുമില്ല, പക്ഷെ എന്താണെന്നറിയില്ല. അപ്പോൾ ഇവിടെ ഒരു ഗൈഡാണെന്ന് തോന്നുന്നു. ഒരാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ മോണ്യുമെൻ്റ് എന്നാണല്ലോ. അപ്പോൾ ആ മോണ്യുമെൻ്റ് എന്നുള്ള ഇംഗ്ലീഷ് വേർഡിൻ്റെ ഇവിടുത്തെ ഭാഷയിലെ സംഭവമാണ് തുഗു. അപ്പോൾ നാഷണൽ എന്നുള്ളതായിരിക്കും നെഗേറ. അപ്പോൾ നാഷണൽ മോണ്യുമെൻ്റ് എന്നാണ് അത് അവരുടെ ലോക്കൽ ലാംഗ്വേജിലുള്ള ഇതാണെന്ന്. വെയിലത്ത് നടന്ന് കുറച്ച് ഷെയ്ഡായി. കുറച്ച് താമരകൾ പോലെയൊക്കെയുള്ള ഫൗണ്ടെയിൻസ് ഉണ്ട്. ബട്ട് ഇപ്പോൾ ഫൗണ്ടെയിൻ ഇല്ല, അതിന് ഓരോ ടൈമിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരാൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഇവിടുത്തെ വാർ ഹീറോസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. Dedicated to the heroic fighters in cause of peace and freedom. ഓക്കെ, അപ്പോൾ മലേഷ്യക്ക് ഫ്രീഡം നേടിക്കൊടുത്ത ആൾക്കാരുടെ ഒരു സിമ്പിളായിട്ടാണ് നമ്മൾ നാഷണൽ മോണ്യുമെൻറ്റിനെ കാണുന്നത്. ഭയങ്കര വെയിലും കാര്യങ്ങളുമാണ്. അപ്പോൾ ലൈക്ക് ഫൈനലി ഞങ്ങൾ പെട്രോണാസ് ട്വിൻ ടവർ എത്തിയിരിക്കുകയാണ്. കാണണമല്ല, ഒറ്റ ഫ്രെയിമിലൊന്നും കവർ ചെയ്യാൻ പറ്റില്ല, അത്രയധികം ഹൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ വരുന്നത് KLCC എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാളാണ്. മാളിൻ്റെ ഉള്ളിൽ പലതരം ബ്രാൻഡുകളാണ്. എല്ലാ ബ്രാൻഡും പോയി കണ്ട് എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാങ്ങിക്കാൻ പറ്റുന്നതാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം. ഇതാണ് ആ ട്വിൻ ടവറിൻ്റെ ഇടയിലുള്ള ബ്രിഡ്ജ്. ഇവിടേക്ക് എന്തോ ടിക്കറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അറിയില്ല എത്ര പ്രൈസാണ്. ഇവിടെ നിന്ന് ഒരു മലേഷ്യയിലെ ഐക്കോണിക് ബിൽഡിംഗ്, അല്ലെങ്കിൽ വൺ ഓഫ് ദ ടോളസ്റ്റ് ട്വിൻ ടവർ, അല്ല ടോളസ്റ്റ് ട്വിൻ ടവർ, വൺ ഓഫ് ദ ടോളസ്റ്റ് ബിൽഡിങ്സ്. അതിൻ്റെ മുന്നിൽ നിന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പോകാനായിട്ട് ഒരു 1/2 കിലോമീറ്റർ നടക്കേണ്ടി വരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് KL ടവറിലാണ്. KL ടവറിൻ്റെ താഴെ ഒരു മാളും പിന്നെ മുകളിൽ ഒരു ഒബ്സർവേഷൻ ഡെസ്ക് ഉണ്ട്. പിന്നെ സ്കൈ ഡെക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. സ്കൈ ഡെക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലിൻ്റെ മുകളിലൂടെ നടക്കുന്നത്. ഒബ്സർവേഷൻ ഡെസ്ക്കാണ് കുറച്ചുകൂടെ സേഫ് എന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ ഒബ്സർവേഷൻ ഡെക്കാണ് എടുത്തത്. അപ്പോൾ അതിന് ഒരാൾക്ക് വരുന്നത് 60 ബാത്താണ്. അല്ല 60 ബാത്തല്ല, 60 റിങ്കറ്റാണ്.
60 റിങ്കറ്റ് വെച്ച് ഞങ്ങൾ രണ്ടുപേരും എടുത്തു. കാരണം ഇനി ഇതുപോലൊരു ഇത്രയും ഹൈറ്റുള്ള സംഭവം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടില്ലേ, മലേഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങാണിത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ടിക്കറ്റ്സൊക്കെ നമ്മളുടെ ATM മെഷീൻ പോലെ ഒരു ഓട്ടോമേറ്റഡ് മെഷീനിലാണ് നമുക്ക് ടിക്കറ്റ്സ് എടുക്കേണ്ടി വന്നത്. അതിൽ നമുക്ക് പൈസ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എടുക്കാം, ക്യൂ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ കയറാൻ വേണ്ടിയിട്ട് വലിയൊരു ക്യൂ ആണ് ഉള്ളത്. അപ്പോൾ വെയിറ്റിംഗ് ടൈമിൽ ഞാനൊന്ന് ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതാണ് നമ്മളുടെ ട്വിൻ ടവർ കാണുന്നത്. ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ചെറുതായി കാണുന്നത്, പക്ഷേ അതിനേക്കാൾ ഇച്ചിരി കൂടെ വലിപ്പമുണ്ട്. ഈ സ്കൈ ഡെക്ക് എന്ന് പറയുന്നത് കണ്ടില്ലേ, ഒരു ചെറിയൊരു ഗ്ലാസ് ഇട്ടിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് നിൽക്കാൻ പറ്റും ആൾക്കാർക്ക്. അപ്പോൾ അതാണ് സ്കൈ ഡെക്ക്. പിന്നെ ബാക്കി ആ ഒരു റൗണ്ട് പോർഷനിലാണ് ഈ ഒബ്സർവേഷൻ ഡെക്ക് വരുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. കുറച്ചധികം വെയിറ്റ് ഉണ്ട്, അത് കഴിഞ്ഞാണ് നമ്മൾ എത്തുള്ളൂ. അപ്പോൾ വൈഫ് അവിടെ ക്യൂവിൽ നിൽക്കുകയാണ്. മനസ്സിലായി ഇതെന്തെങ്കിലും അപ്പോൾ ഇവിടെ ഒബ്സർവേഷൻ ഡെക്കിൽ ഇതുപോലെയുള്ള എന്താ പറയുക ലോങ് ടെലിസ്കോപ്പുകൾ വെച്ചിട്ടുണ്ട്, ടെലിസ്കോപ്പിക് ലെൻസുകൾ. അപ്പോൾ നല്ല രസമായിട്ട് മറ്റേ നമ്മൾ ഈ ബൈനോക്കുലറിലൊക്കെ നോക്കല് അതുപോലെ ഭയങ്കര ദൂരെയുള്ള കാറുകൾ, റോഡുകൾ, ഇതൊക്കെ നല്ല രസത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരത്തെ പോയ ട്വിൻ ടവറാണ് അവിടെ നിന്ന് കാണുന്നത്. ഇവിടെ സൂമിൻ്റെ ആവശ്യമില്ല. നമ്മൾ കണ്ട സാധനമാണ് ഇവിടെ കാണാൻ പോകുന്നത്. ഉണ്ടല്ലേ, അതിൻ്റെ സൂം ഉണ്ടല്ലേ, അതാണ്